അത് അവരുടെ തീരുമാനം, അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം. ഒരു വിഷയത്തിൽ അവർക്കത് എടുക്കാം, അതിൽ എന്ത് തെറ്റുള്ളത് അവരെടുത്തോട്ടെ. അത് ഞങ്ങളെ ബാധിക്കുന്ന എങ്ങനെ? ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല, ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം CPM-നില്ല. കേരളത്തിലെ CPM എന്ന് പറയുന്നത് ഇപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ജാതിക്കാരുടെയും മതത്തിൻ്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM അതപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങളെന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത്? ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമാണല്ലോ. അമൃതാനന്ദമയുടെ അടുത്തൊന്നും പോയില്ലെന്ന് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ കപടഭക്തിയുമായി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളില്ല. അത് 7 നിലയിൽ പൊളിഞ്ഞും പോയി, 7 നിലയിൽ പൊട്ടിയും പോയി ആ പരിപാടി. പിന്നെ ആകെ പിണറായി വിജയന് സന്തോഷമായത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് മന്ത്രിമാരെല്ലാം പുളകിതരായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ യോഗി ആദിത്യനാഥും പിണറായി വിജയനും നല്ല കൂട്ടുകാരായി മാറി. അതല്ലേ അതിൻ്റെ പരിണത ഫലം. പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആളുകൾ, മറ്റു മതങ്ങളെക്കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ, അവരെല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി. ആ കൂടെ ഞങ്ങളുണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഞങ്ങളെങ്ങാനും അവിടെ പോയി ഇരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായേനെ. ഈ യോഗി ആദിത്യനാഥിൻ്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ ഞാനെങ്ങനെ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിലോ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പോകാൻ. അവസാനിപ്പിച്ച ചോദ്യം വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന വിഷയങ്ങൾ NSS വിഷയത്തിൽ, SNDP വിഷയത്തിലൊക്കെ ഉള്ള നിലപാടുകൾ തന്നെ പറഞ്ഞു. അമൃതാനന്ദമയുടെ അടുത്ത് പോയതിൽ തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുന്നുണ്ട്. ഓരോ വിഷയത്തിലും സാമുദായിക സംഘങ്ങൾക്ക് നിലപാടെടുക്കാം. അയ്യപ്പ സംഗമത്തിൽ തീരുമാനിച്ചത് രാഷ്ട്രീയ നിലപാട് ആര് പറഞ്ഞാലും മാറ്റില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഒപ്പം യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച വേദിയിലില്ലാത്തത് ഭാഗ്യമായി എന്നുകൂടി പറയുന്നുണ്ട് പരിഹാസ രൂപേണ പ്രതിപക്ഷ നേതാവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.